എന്താ നോക്കണേ? എന്താ നോക്കണേ? ഞാൻ ഇങ്ങനത്തെ വീഡിയോ അല്ലല്ലോ പറഞ്ഞ. പിന്നെ ഫുഡിന്റെ വീഡിയോ എടുക്കണ്ട. പിന്നെ ഇതൊക്കെ നീ തിന്നണല്ലേ? എല്ലാരും പറയും ഞാൻ തീറ്റ കൊതിച്ചാണ്. ഇതൊക്കെ എന്താ? ഇതെടുക്കണ്ട, ഇതെടുക്കാൻ ഞാൻ നേരെ ഇരിക്കില്ല. നിനക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഗൈസ്, ഇതാ ഇവിടെ ചോറ് വേറെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോരാത്തിന് ഇതാ ബിരിയാണി, കോക്കോസ്, ബർഗർ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ബർഗർ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2022 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ഒളിച്ചോട്ടങ്ങളാണല്ലോ. ഇപ്പൊ ദാ വീണ്ടും ഒരു ലൈവ് ഒളിച്ചോട്ടം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതും കുറഞ്ഞ പുള്ളികളാരും അല്ല കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു സൈക്കോ കള്ളൻ, അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, സിഗ്മ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അതായത് നമ്മുടെ 2K കിഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വാ തുറന്നാൽ തെറി അഭിഷേകം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഇവിടുത്തെ വരൻ. പ്രതിശ്രുത വധു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +2 എക്സാമിന് ഒന്നും പഠിച്ചില്ല. അതുകൊണ്ട് നേരെ ഒരു പരിപാടി, +2 എക്സാമിന് ഞാനൊന്നും പഠിച്ചില്ല, അപ്പൊ എനിക്കിനി എക്സാം എഴുതാനോ വീട്ടുകാരെടുത്ത് പോകാനോ ഒന്നും വയ്യ. രാവിലെ എഴുന്നേറ്റിട്ട് ഇറങ്ങിയ സമയത്ത് എക്സാമിന് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നേരെ എൻ്റെ ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ്റെ കൂടെ ഒളിച്ചോടുന്നു. അതാണ് പരിപാടി. നമുക്ക് ഈ വ്യക്തികളെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും ആരാണ് ഈ വ്യക്തികളെന്ന് അറിയണ്ടേ, ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും. ഹലോ ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടാൻ പോവാൻ കേട്ടോ. പിന്നെ എന്തിനാ ഇറങ്ങി വന്നേ? പിന്നെ എന്തിനായിട്ട് ഇറങ്ങി വന്നേ? ഇതാണ് ഇനി നമ്മുടെ വീട്. കൈ പിടിക്കൂ, എന്നാ വാതിൽ പോത്തു. അതെന്നാ ഇതാണ് അപ്പം. ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടോ പോകുന്നത്. നമ്മൾ കണ്ടായിരുന്നല്ലോ, അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒരു അനുജത്തി ഒളിച്ചോടിയത് ഓട്ടോയിൽ ഇരുന്ന് വൈറലായിട്ട്. എനിക്ക് തോന്നുന്നു അവരെ ട്രോളാത്ത ഒരൊറ്റ വ്യക്തികളുണ്ടായിരുന്നില്ല. അവരെ എടുത്ത് റിയാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ട്രോളുകയും അറിയില്ല. അവരായിരുന്നു ആ ഒരു സമയത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ താരങ്ങളെന്ന് പറയുന്നത്. അത്രമാത്രം കണ്ടന്റ് ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന കണക്ക് നമ്മളെ വെച്ച് കാശ് വാങ്ങിക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അത് വെച്ചിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവരെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വൈറലായ ഒളിച്ചോട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ ചേച്ചിയുടെ ഭർത്താവിന്റെ വഴിക്ക് പോയി. അനിയത്തി ഇപ്പൊ തെരുവിലാണെന്നൊക്കെയാണ് അവസാനം കിട്ടിയ അപ്ഡേഷൻസ്. അതായത് ഇതിന്റെയൊക്കെ ഒരു സമയം കഴിയുമ്പോൾ ഈ ഒരു ത്രില്ലിൽ അങ്ങ് ഓടും. ഈ ഓടിക്കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കയ്യിലുള്ള കാശോ സ്വർണ്ണോ ഒക്കെ തീരുമ്പോഴത്തേക്കിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്കിന് പിന്നെ പെരുവഴി ശരണം. വീട്ടുകാർ കയറ്റുപോയില്ല, കൂട്ടുകാരുണ്ടോ ആരുമില്ല. ഈ ഒളിച്ചോടാൻ വേണ്ടി പ്രേരിപ്പിക്കാനൊക്കെ നമുക്ക് കൂട്ടുകാരൊക്കെ ധാരാളം പേര് കാണും കേട്ടോ. പക്ഷെ ഓടിക്കഴിഞ്ഞ് ഇതിന്റെ അനുഭവങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ആരും കാണത്തില്ല. നമ്മുടെ വീട്ടുകാരും കേട്ടില്ല, നാട്ടുകാരും കേട്ടില്ല, ആരും കേട്ടില്ല. പക്ഷേ ഇതിപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. പണ്ടത്തെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. പണ്ടത്തെ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും ഒളിച്ചോടി കഴിഞ്ഞാൽ വീട്ടുകാരെന്നെ അറിയുന്നത് അവരുടെ കല്യാണവും കഴിഞ്ഞ് ചിലപ്പം അവരെവിടെയെങ്കിലും ദൂര സ്ഥലത്തൊക്കെ പോയതിനു ശേഷമായിരിക്കും വീട്ടുകാർ പോലും അറിയുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനിലെ കേസൊക്കെ കൊടുത്തൊക്കെയാണ് അവരെയൊക്കെ പിടിച്ചുകൊണ്ടുവരുന്നത്. ഇപ്പൊ അതിന്റെ പാടൊന്നുമില്ല. ഞങ്ങൾ ഒളിച്ചോടാൻ പോവാണെന്ന് ജസ്റ്റ് ആ ഓടുന്നതിന് തൊട്ട് മുമ്പ് അവര് അറ്റ് മൊമെന്റിൽ അവർ അറിയിക്കും. ഈ ഒളിച്ചോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിള്ളേർക്ക് ഭയങ്കര ഇപ്പൊ ഒരു ഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ടീനേജ് കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇതൊരു രസമാണ്. ഒളിച്ചോടുക, ലൈവ് വരിക, ഇതൊക്കെ ഒരു രസമാണെന്ന് കരുതിയിരിക്കുകയാണ്. ഇതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഓടുകയാണ് ഓട്ടം. എന്തായാലും ഒരു ഓട്ടം ഓടി അവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ടീംസ് ഓടിയിട്ടുണ്ട്. ഇതിലെ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതും ഓടിയിട്ടുണ്ട് അവര് കേട്ടോ. 18 വയസ്സ്, +2 എക്സാം പോലും ആ കുട്ടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഒരു വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഡിഗ്രിയും PG ഒക്കെ ഉള്ളവരാണ്. ഈ ഡിഗ്രിയും PG ഉള്ളവർക്ക് പോലും തൊഴിലില്ല. അപ്പൊ ഈ +2 പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ഈ കുട്ടി എങ്ങനെ നാളെ ഒരു കാലത്ത് മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വയ്യ. അതുപോലെ തന്നെ ഈ 21 വയസ്സുള്ള പയ്യനും 18 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് മെച്യൂരിറ്റി ആണുള്ളത്? ഇവർ എങ്ങനെ മുന്നോട്ട് നിൽക്കും? ഇപ്പൊ പിന്നെ രസമുണ്ട് കേട്ടോ. ഇപ്പൊ എന്തായാലും ഇവർ ലൈവിൽ ഒളിച്ചോടി കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് ഇനി അടുത്ത ജീവിതമാർഗം അവരെന്നെ കണ്ടെത്തി. യൂട്യൂബിലൂടെ എന്തോന്നു 36,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇവർക്ക്. ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. ഇവിടെ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 5 മാസം 6 മാസം കൊണ്ടൊക്കെയാണ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആക്കിയെടുക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടിയാണ്. എന്തൊക്കെ കണ്ടന്റ് ചെയ്തിട്ട് നമുക്ക് റീച്ചും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം റീച്ചുമാണ്. അവരുടെ വീഡിയോസ് കാണാൻ ഒരുപാട് ആളുകളും ഉണ്ട്. അവർ കൈയടിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോക്ക് അത് കാണാൻ സാധിക്കും. അതിലകത്ത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് ഇങ്ങനെ
പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോഴത്തേക്ക് ഇവൻ വന്ന് ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് കമന്റുകൾ വന്നിട്ടുണ്ട്, ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആ കുട്ടി കിട്ടിയല്ലോ, ഇവളെ അവൻ സുരക്ഷിതമായി നോക്കും, ഇവൻ അവളുടെ കയ്യിൽ ഇവന്റെ കയ്യിൽ ഇവള് സുരക്ഷിതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പിന്നെ ഈ ഒളിച്ചോട്ടത്തിലെ റിയാക്ഷൻ വീഡിയോസിന് തൊട്ട് താഴെയായിട്ട് വന്നത്, ഇപ്പൊ നമ്മൾ പണ്ട് കാലത്ത് കോഴി കുഞ്ഞുങ്ങൾ ആടിനെയൊക്കെ കട്ടുകൊണ്ട് പോകുന്നത് ഡെയിലി നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഡെയിലി വീട്ടിൽ നിന്ന് കാണാതെ പോകുന്ന പേടിക്കുന്നത്, എല്ലാ ദിവസവും വീട്ടിൽ ഉണ്ടോ എന്ന് രക്ഷിതാക്കൾ പേടിക്കേണ്ട അവരുടെ മക്കളെയാണ്. സത്യമാണ്, ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഒരു പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ, അതായത് മക്കള് സ്കൂളിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ രക്ഷിതാക്കൾക്ക് ഒരു ധൈര്യമില്ല കേട്ടോ. അവർ സ്കൂളിലേക്കാണ് പോയത് അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു ധൈര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കൊന്നും ഒരു വിലയില്ല, അവരൊന്നും പറയുന്ന ഒന്നുമല്ല. ഈ വെളിയിൽ കാണുന്ന അണ്ണന്മാരാണ് അവരുടെയൊക്കെ ശരി. എന്നാൽ നീയൊക്കെ നല്ലപോലെ പഠിച്ച് നല്ല ഈ ഇഷ്ടം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് 2 പെൺമക്കളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ മൂത്ത മോൾ ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഞാൻ അടുത്ത 5ാം ക്ലാസ്സിലോട്ട് പോകണം. ഞാൻ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഡെയിലി ഇവർ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരും വന്ന് ആകാംക്ഷയോടെ ഇതൊക്കെ കണ്ടിരിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ പറയും, ഇങ്ങനെ അവർക്കായിട്ട് നേരിട്ട് പറഞ്ഞാൽ അറിയാറുള്ള പ്രായം ആയില്ലല്ലോ. അപ്പം പറയും, യുവത്തിങ്ങളൊക്കെ ഒന്ന് നേരെ പോയി പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടുകാരോട് വന്നാൽ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണല്ലോ, എനിക്ക് ഇവനെ ഇഷ്ടമാണ്, കെട്ടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടുകൂടി ജാതി മതമൊന്നും നോക്കാതെ കെട്ടിച്ചു കൊടുക്കും. പക്ഷേ ഇതങ്ങനൊന്നും അല്ല. റോഡിന്റെ സൈഡിൽ ജോലി മേലൊന്നുമില്ലായിരിക്കുന്ന ഏതെങ്കിലും അണ്ണന്മാരെ കാണും. അണ്ണൻ കൊച്ചു 5 പഠിക്കുകയായിരിക്കും, അണ്ണൻ അന്ന് 18 വയസ്സ്, അണ്ണൻ ആ ടൈമിൽ 18 വയസ്സ് കാണും, കൊച്ചിന് 10 വയസ്സ്. അത്രയും നല്ലൊരു ഏജ് ഡിഫറൻസ് കാണും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ അണ്ണനൊക്കെ ഒരു 35 വയസ്സാകുമ്പോൾ പെൺകൊച്ചിന് 18 വയസ്സ്. ആ ഒരു പ്രേമിക്കുന്നതിൻ്റെയൊക്കെ ഒരു കണ്ണും, അല്ലെങ്കിൽ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്, ഒരു ഇതുമില്ല. ആരെയാണ് ഇഷ്ടം, അവന്റെ ജോലി എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, അവൻ ഇങ്ങനത്തുള്ളവനാണോ ഒന്നും തിരിച്ചറിയത്തില്ല. ആ ഒരു സമയത്ത് അണ്ണനെ ഹീറോയിസം കാണുക, അണ്ണൻ അവിടെ ഇരിക്കുന്ന പാൻ പരാഗ് വെക്കുക, അതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടം. ഈ അടി കൂടുന്നവര്, ഈ ഗുണ്ടകൾ, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെയാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത്. ഇവരിതിന്റെ വരായികൾ ഒന്നും ചിന്തിക്കുന്നില്ല. ഈ ഒരു പെൺകുട്ടി തന്നെ അതിന്റെ ഭാവി കളഞ്ഞിട്ടാണ്, അതായത് 18 വയസ്സാവുന്നുള്ളൂ, +2 കംപ്ലീറ്റ് ചെയ്തില്ല ആ കുട്ടി, അതിനു മുമ്പേ അതിനെ പ്രേമം ഒളിച്ചോട്ടോ. എന്തായാലും അവരുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നീയല്ലേ കൺമശി കണ്ണില് കൺമശി ചേച്ചു ഗൈസ്. അയ്യേ, ചായ വെച്ചല്ലേ പറഞ്ഞു വന്ന. ഇതാണ് എൻ്റെ 18 വയസ്സുള്ള ഭാര്യ. എക്സാമിൻ്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് വന്നത് എങ്ങനെ പഠിക്കാത്തതുകൊണ്ട് +2 എക്സാം, എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എൻ്റെ കൂടെ. എന്നിട്ട് ഇതിനെ തീറ്റിപ്പോറ്റിലാണ് ഇപ്പം എൻ്റെ ഫോൺ അടിക്കേണ്ടത്. നോക്ക്, പിന്നെ വേറെ വഴിയില്ല, പിന്നെ അത്യാവശ്യം കിടന്നുറങ്ങാനൊക്കെ പറ്റും. അല്ല അങ്ങനെ വീട്ടിലത്തെ പോലെയല്ല, വീട്ടില് പഠിക്കണ്ട അല്ലേ, വേറെ പണിയില്ല. ഓക്കെ. എന്തായാലും യൂട്യൂബ് ഇവരെ കണ്ടന്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് കൊണ്ടും ജീവിച്ചൊക്കെ പോവാം. പക്ഷേ ഇവരുടെ ഈ ഒരു മെച്യൂരിറ്റി, ഈ ഒരു ക്യാരക്ടർ, ഇവർ പറയുന്നുണ്ട് അവര് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് പറയുന്നുണ്ട്. പക്ഷെ ഇത്രമാത്രം ഇതിനകത്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് ഈ ഒരു +2 എക്സാമിന് പഠിച്ചില്ല എന്നുള്ള കാര്യത്തിന് ഒളിച്ചോടി ഈ കുട്ടി എന്തെല്ലാം കാര്യത്തിന് എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ 21, 18 വയസ്സുള്ള ഈ കുട്ടികൾ, ഇവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. ഈ ഒരു എന്നാ ചോദിക്കും, നല്ലോണം ഒളിച്ചോടി പോകുന്നവരൊക്കെ ജീവിക്കുന്നില്ലെന്ന് ചോദിക്കും. അതിൽ 100% മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഫ്ലോപ്പാണ്. ആത്മഹത്യ, പിന്നെ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള തിരിച്ചുവരക്ക്. എത്ര ഫാമിലി കുട്ടികളെ തിരിച്ച് കയറ്റും എനിക്കറിയത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഒരുത്തനെ കണ്ട് ഇറങ്ങി പോകുന്ന ആ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് കയറ്റുമോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് അറിയാൻ സാധിക്കും. ഉടനെ തന്നെ ഇവര് തമ്മിലുള്ള ഇടി പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇവർ രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും. പിന്നെ അവന്റെ പ്രശ്നങ്ങൾ അവളും, അവളുടെ പ്രശ്നങ്ങൾ അവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണല്ലോ നമ്മളിപ്പോൾ ഡെയിലി കാണുന്നത്. ഈ ലൈവ് ഒളിച്ചോട്ടങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസാനിക്കുന്നത്. പക്ഷെ അവർ നല്ലതുപോലെ മുന്നോട്ട് ജീവിക്കാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്തായാലും ഇതൊന്നും കണ്ടിട്ട് ഇനി പോവാൻ നിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും വീട്ടിൽ തന്നെ നിന്ന് മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോഴും ആ ജോലിയൊക്കെ കിട്ടുന്ന സമയത്തും ഈ പ്രേമമൊക്കെ നിലവിലുണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിച്ച്
അവരിഷ്ടത്തോടുകൂടി വിവാഹമൊക്കെ നടത്തുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഇത് വരും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതിപ്പം അറേഞ്ച്ഡ് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും ഈ ഒളിച്ചോട്ടം ആയാലും ശരി, ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു തൊഴിൽ നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയാൻ തട്ടിമുട്ടി നടക്കാൻ വയ്യ, അവർക്ക് പോലും തൊഴിലില്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയതിന് ശേഷം ഒരു തൊഴിൽ നേടാൻ ശ്രമിക്കുക. ഒരു തൊഴിലൊക്കെ നേടിയിട്ട് അപ്പോഴും ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് അറിയിച്ച് വിവാഹം നടത്തുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ കളയാം. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.